ജോലിസ്ഥലത്ത് വെച്ച് കുഴഞ്ഞു വീണ അരുവിക്കര സ്വദേശി അനീഷ് മോഹനെ ചികിത്സയ്ക്കായി ആദ്യം എത്തിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. മെഡിക്കൽ കോളേജ് ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയിട്ട് അവിടെ നോക്കാൻ പോലും ആളില്ല. അവിടെ ആദ്യം അവിടെയാണ് പോയത്. അവിടെ ബെഡ് എന്ന് പറയുന്ന സാധനമില്ല. ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഞങ്ങൾ ഒരു ബെഡ് ഷെയർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ബെഡ് അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ഗതികോട് കൊണ്ടാണ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ശേഷം തിരുവനന്തപുരത്തെ ശ്രീരാമകൃഷ്ണ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇടപ്പഴിഞ്ഞി SK ആശുപത്രിയിലേക്ക് എത്തി. 5 മണിക്കൂറോളം ഒരു ട്രീറ്റ്മെന്റും കിട്ടാതെ ഈ പേഷ്യന്റിനെ ഇവിടെ ഇട്ടുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. നടന്നു വന്ന പേഷ്യന്റാണ് ഇവിടെ നടന്നു വന്ന പേഷ്യന്റ്. വെന്റിലേറ്ററിൽ കിട്ടുന്ന ഒരു പൾസ്, ആ ഒരു പൾസ് കാണിച്ച് നമ്മളെ ബാക്ക് കാണിച്ചു. അതായത് പുള്ളിക്ക് ജീവനുണ്ടെന്ന് കാണിച്ച് 5:30 ഡെത്തായ പുള്ളിയെ ഇന്നലെ മൊത്തം ഇതിനകത്ത് കൊണ്ടുവച്ചു. ആ ഡെഡ് ബോഡിയിലാണ് അവർ ആൻജിയോഗ്രാം ചെയ്തത്. ആൻജിയോഗ്രാം ചെയ്തോ ചെയ്തില്ലെന്നൊന്നും നമുക്കറിയത്തില്ല. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് അനീഷ് മോഹന്റെ മരണം സ്ഥിരീകരിച്ചത്. ചികിത്സ നൽകാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഡോക്ടർമാർ, എന്തിനാണ് ആശുപത്രി? ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം പിന്നീട് വാക്കേറ്റമുണ്ടായി.